ലൈൻസ് അല്ലെങ്കിൽ തൊടുവരകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എക്സാമിന് മുമ്പ് എന്തൊക്കെയാണോ അറിയേണ്ടത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യം കൺസ്ട്രക്ഷൻ ആണ് അല്ലെ, വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഇൻസർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻസർക്കിൾ വരയ്ക്കുന്നത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന്, ആദ്യം നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുന്നു, അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ സർക്കിൾ വരയ്ക്കുന്നു. രണ്ടാമത്തെ ടൈപ്പാണ് ആദ്യം നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു, അതിനുശേഷം അതിന് പുറമെ ട്രയാങ്കിൾ വരയ്ക്കുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രയാങ്കിൾ വരച്ചതിന് ശേഷം ഉള്ളിൽ സർക്കിൾ വരയ്ക്കുന്നത്, ത്രികോണം വരച്ചിട്ട് അന്തർവൃത്തം വരയ്ക്കുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി നമ്മൾ അന്തർവൃത്തം അല്ലെങ്കിൽ ആ സർക്കിൾ വൃത്തം വരച്ചതിന് ശേഷം എങ്ങനെ അതിന് പുറമെ അതിൻ്റെ പുറത്തായിട്ട് ട്രയാങ്കിൾ വരയ്ക്കുന്ന രീതി, ആ രീതിയിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരയ്ക്കുക എന്നാണ് എൻ്റെ കുട്ടികൾക്ക് അടിപൊളിയായിട്ട് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, മിസ് എന്താണോ ചെയ്യുന്നത് ആ സ്റ്റെപ്സ് ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, അത് അതേപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഒരിക്കലും മാർക്ക് പോവില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ചോദ്യം ഈ രീതിയിലായിരിക്കും. 4 മാർക്കിനൊക്കെയാണ് നമുക്ക് എപ്പോഴും ഇൻസർക്കിൾ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ സർക്കിൾ വരച്ചിട്ട് അതിന് പുറമേ 2 ട്രയാങ്കിൾ അതിന് പുറമേ ട്രയാങ്കിൾ വരയ്ക്കാൻ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ചോദ്യത്തിൽ 2 ആംഗിളും അതേപോലെ തന്നെ നമ്മുടെ സർക്കിളിൻ്റെ റേഡിയസും തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, സർക്കിളിന്റെ ആരവും തന്നിട്ടുണ്ടായിരിക്കും, അതേപോലെ തന്നെ ത്രികോണത്തിന്റെ 2 കോണുകളുടെ അളവും തന്നിട്ടുണ്ടായിരിക്കും. ഈ രീതിയിലാണ് തരുന്നതെങ്കിൽ 2 കോണുകളുടെ അളവും സർക്കിളിന്റെ വൃത്തത്തിന്റെ ആരവും റേഡിയസുമാണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ആലോചിക്കുക, ആദ്യം ഞാൻ വരയ്ക്കേണ്ടത് സർക്കിളാണ്. മനസ്സിൽ ഉറപ്പിച്ചോളൂ, വൃത്തത്തിന്റെ ആരം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വരയ്ക്കേണ്ടത് സർക്കിളിന്റെ അല്ലെങ്കിൽ സർക്കിളാണ്. അതിനുശേഷം അതിന് പുറമെ നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കും. അതല്ല, ട്രയാങ്കിളിന്റെ അളവുകളാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ആദ്യം ട്രയാങ്കിൾ വരയ്ക്കും, ഉള്ളിൽ സർക്കിൾ വരയ്ക്കും. അപ്പോൾ ആ രീതി നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇനി ഈ ഒരു രീതിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുകൂടെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ വൃത്തിയായിട്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ടായിരിക്കും, ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഉണ്ടാവും, അതിനകത്ത് നമുക്കൊരു സർക്കിൾ വരയ്ക്കണം അല്ലേ, ഇതിനകത്ത് നമുക്കൊരു സർക്കിൾ വരയ്ക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്ന രീതിയിലൊരു സർക്കിൾ ആയിരിക്കും, ട്രയാങ്കിൾ ആയിരിക്കും നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മളിതാ സർക്കിൾ വരച്ചു. ഈ സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ, ഇതിൻ്റെ ആരം എന്ന് പറയുന്നത് 2.5 സെൻറ്റിമീറ്റർ ആണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചോദ്യത്തിൽ പറഞ്ഞു, ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ 2.5 സെന്റിമീറ്റർ ആൻഡ് 2 ആംഗിൾസ് 50 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. എന്താണ് ചോദ്യം? അന്തർവൃത്ത ആരം 2.5 സെന്റിമീറ്ററും 2 കോണുകൾ 50 ഡിഗ്രി 60 ഡിഗ്രി ആയ ത്രികോണം വരയ്ക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ നമുക്ക് ചിത്രം വേണ്ടത്, നമ്മളൊരു സർക്കിൾ വരയ്ക്കും, ആ സർക്കിളിൻ്റെ ആരം എന്ന് പറയുന്ന റേഡിയസ് എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി നമ്മുടെ ട്രയാങ്കിളിന്റെ 2 കോണുകൾ എന്തായിരിക്കും? 50 ഡിഗ്രി 60 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇത് 50 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി അല്ലേ. ഈ രീതിയിലായിരിക്കും നമുക്ക് ചിത്രം വേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് വരയ്ക്കുക? നിങ്ങൾ ആദ്യം വരയ്ക്കേണ്ടത് സർക്കിളാണ് എന്ന് മിസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സർക്കിൾ വരയ്ക്കാം. 2.5 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കണം. സർക്കിൾ വരയ്ക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കറിയാം. നമുക്ക് കോമ്പസും സ്കെയിലും വേണം അല്ലേ. അപ്പോൾ സ്കെയിൽ എടുത്തു, നമ്മുടെ കോമ്പസ് കൊണ്ടുപോയി സ്കെയിലിൽ വെച്ചു, 2.5 സെന്റിമീറ്റർ മെഷർ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ദാ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, സർക്കിൾ വരച്ചല്ലോ. നമ്മൾ 2.5 സെന്റിമീറ്ററിൽ സർക്കിൾ വരച്ചു. ദാ ഈ റേഡിയസ് മിസ് മാർക്ക് ചെയ്യാണ്. ദാ റേഡിയസ് നമ്മൾ മാർക്ക് ചെയ്തു. ഇത് എത്രയാണ്? ഈ പോയിന്റ് O എന്ന് പേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ നീളം 2.5 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ സർക്കിൾ വരച്ചു, വൃത്തം വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? നോക്കൂ, നമുക്കറിയാം, നമുക്കിതാ ഈ ട്രയാങ്കിളിൻ്റെ ആ വൃത്തത്തിന് പുറമേ വരുന്ന ആ ഒരു ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസ് ആണ് 50 ഡിഗ്രി 60 ഡിഗ്രി വരേണ്ടത്. അത് വരണമെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കുക, നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രൊട്രാക്ടർ എടുത്ത് അല്ലേ, പ്രൊട്രാക്ടർ എടുത്ത് നമ്മളിതാ
യെസ്, നമ്മൾ ഇങ്ങനെ ഒരു ആംഗിൾ മാർക്ക് ചെയ്തു. അപ്പോൾ ദാ ഇവിടെ വരുന്ന ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എത്രയായിരിക്കും വരിക? നമുക്കറിയാം, നമ്മൾ സർക്കിൾസിൽ പഠിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ ടാൻജൻസിലും പഠിക്കുന്ന ഒരു കാര്യമാണ്. ഈ ആംഗിൾ 60 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും വരിക? ഈ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? അവർ സപ്ലിമെന്ററി ആണ്, അവർ അനുപൂരകമാണ്. അതുകൊണ്ട് ഈ ആംഗിൾ 60 ആണെങ്കിൽ ഇവിടെ വരുന്ന ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ ദാ ഇവിടെ 50 ഡിഗ്രി ആണ് വരുന്നതെങ്കിൽ ദാ ഇവിടെ വരുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇത് 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 മൈനസ് 50 ഡിഗ്രി, അതായത് 130 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 120 ഡിഗ്രി, ഇത് 130 ഡിഗ്രി ആയിരിക്കും വരിക. ഇനി ഇത് നമുക്ക് എങ്ങനെയാ വരയ്ക്കുക? ഇതെങ്ങനെയാ വരയ്ക്കുന്നത്? നമ്മൾ ഓൾറെഡി റേഡിയസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ? റേഡിയസ് മാർക്ക് ചെയ്തു. നമുക്ക് ഇനി ഇവിടെ 120 ഡിഗ്രി മാർക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രൊട്രാക്ടർ എടുക്കും. പ്രൊട്രാക്ടർ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രൊട്രാക്ടറിന്റെ 0 കൊണ്ടുപോയി നമ്മുടെ സർക്കിളിന്റെ സെന്ററിൽ വെക്കും. 0 കൊണ്ടുപോയി നമ്മുടെ സർക്കിളിന്റെ സെന്ററിൽ വെക്കും. എന്നിട്ട് 120 ഡിഗ്രി നമ്മൾ അവിടെ മാർക്ക് ചെയ്യും. അപ്പൊ എവിടെയാണ് 120 ഡിഗ്രി വരുന്നത്? ദാ ഈ പോർഷനിലാണ് 120 ഡിഗ്രി വരുന്നത്. മാർക്ക് ചെയ്തു മിസ്. നമ്മൾ എന്ത് ചെയ്യും? ഇത് തമ്മിൽ ജോയിൻ ചെയ്യും അല്ലെ? 120 ഡിഗ്രി മാർക്ക് ചെയ്തു. ഈ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഇനി നമുക്ക് ഇവിടെ 130 ഡിഗ്രി വേണം. അപ്പൊ നമ്മൾ എങ്ങനെയാ 130 ഡിഗ്രി വരയ്ക്കുക? 130 ഡിഗ്രി വരയ്ക്കാൻ നമ്മുടെ പ്രൊട്രാക്ടർ എടുക്കും. പ്രൊട്രാക്ടർ ഇങ്ങനെ ചെരിച്ച് വെച്ച് ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലൈനിൽ കൊണ്ടുപോയി വെക്കണം. അപ്പൊ നമ്മൾ 120 ഡിഗ്രി എവിടെയാണോ മാർക്ക് ചെയ്ത് ആ ലൈനിൽ വേണം കറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രൊട്രാക്ടർ കൊണ്ടുപോയി വെക്കാൻ. പ്രൊട്രാക്ടറിന്റെ 0 എവിടെ വെക്കണം? നമ്മുടെ സർക്കിളിന്റെ സെന്ററിൽ തന്നെ. പക്ഷേ ആ ഒരു ലൈൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കണം ഇരിക്കുന്നത്? നമ്മൾ ഇപ്പൊ മാർക്ക് ചെയ്ത് 120 ഡിഗ്രി വരച്ചിട്ടുള്ള ആ ഒരു ലൈനിലായിരിക്കണം ഉണ്ടാകുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 130 ഡിഗ്രി മാർക്ക് ചെയ്യണം. അപ്പൊ 130 ഡിഗ്രി മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങുക. 0, 10, 30, 40, 50, 60 ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ 130 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ആയിരിക്കും 130 ഡിഗ്രി വരിക. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. കണ്ടോ? ഈ ആംഗിൾ എന്ന് പറയുന്നത് 130 ഡിഗ്രി ആയിരിക്കും. ആയല്ലോ, 130 ഡിഗ്രി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിന്റിലൂടെ ഇപ്പൊ ഇവിടെ 3 പോയിന്റിലെ ഇവിടെ 3 പോയിന്റ് ഉണ്ട്. ഈ 3 പോയിന്റിലൂടെ ടാൻജൻസ് വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ആ സർക്കിളിന് പുറമേ വരുന്ന രീതിയിൽ ഒരു ട്രയാങ്കിൾ കിട്ടും. ടാൻജന്റ് വരയ്ക്കാൻ നമുക്കറിയാലോ, തൊടുവര വരയ്ക്കാൻ നമുക്കറിയാലോ. എങ്ങനെയാ വരയ്ക്കുക? ഈ വരകളൊക്കെ ഒന്ന് നീട്ടി വരച്ചതിന് ശേഷം നമ്മൾ അവിടെ സെമി സർക്കിൾ വരയ്ക്കും അല്ലെ? ആദ്യം അർദ്ധവൃത്തം വരയ്ക്കും, എന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കും. അപ്പൊ നമുക്ക് ഓരോരോ ലൈനായിട്ട് വരയ്ക്കാം. അപ്പൊ ഈ ലൈൻ നമുക്കൊന്ന് നീട്ടി വരയ്ക്കാം. ഇത് മിസ് ഒന്ന് നീട്ടി വരച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം സെമി സർക്കിൾ വരയ്ക്കണം അല്ലെ? സെമി സർക്കിൾ വരയ്ക്കണം. സെമി സർക്കിൾ വരയ്ക്കാൻ മിസ് ഇവിടെ കൊണ്ടുപോയി വെച്ചു നമ്മുടെ കോമ്പസ്. അതിനുശേഷം ഇവിടെ വെച്ചിട്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കാൻ പോവാണ്. അപ്പൊ ഒരു സെമി സർക്കിൾ വരച്ചു അല്ലെ? ഇനി എന്ത് ചെയ്യണം? ഈ കോമ്പസ് ഇവിടെ കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം ഇവിടെ വെച്ചിട്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കാൻ പോവാണ്. അപ്പൊ ഒരു സെമി സർക്കിൾ വരച്ചു. ചെറുതായി ഒന്ന് കുറച്ച് കുട്ടിയായി പോയി അല്ലെ? സാരമില്ല. അപ്പൊ ഇനി അടുത്തത് ഇവിടെ കൊണ്ടുപോയി വെക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ ലൈൻ ഒന്ന് നീട്ടി വരയ്ക്കാം. യെസ്, അപ്പൊ ഈ ലൈൻ നമ്മളൊന്ന് നീട്ടി വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പോയിന്റിൽ കൊണ്ടുപോയി വെക്കുന്നു. അതിനുശേഷം നമ്മൾ ചെറിയൊരു സെമി സർക്കിൾ വരയ്ക്കുന്നു. സെമി സർക്കിൾ വരച്ചല്ലോ.
അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്തു? സെമി സർക്കിൾ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ സെമി സർക്കിളിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് നമുക്ക് വരയ്ക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ കോമ്പസ് എടുക്കും. കോമ്പസ് എടുത്തതിന് ശേഷം ഇവിടെ കൊണ്ടുപോയി വെച്ച് പകുതിയിലധികം മെഷർമെന്റ് എടുത്തതിന് ശേഷം മുകളിലും അതേപോലെ തന്നെ താഴെയും ആർക്ക് വരയ്ക്കും. നേരെ തിരിച്ചു വെക്കുക. ഈ സെമി സർക്കിളിന്റെ അടുത്ത അറ്റത്ത് കൊണ്ടുപോയി വെക്കുക. എന്നിട്ടോ മുകളിലും അതേപോലെ തന്നെ താഴെയും നമ്മൾ എന്ത് ചെയ്യും? യെസ്, താഴെയും നമ്മൾ ആർക്ക് വരച്ചു. ഇപ്പൊ എന്തായി? അവിടെ നമുക്ക് ഇപ്പൊ ടാൻജന്റ് കിട്ടി. ആ ടാൻജന്റ് നമുക്ക് വരയ്ക്കാം. ടാൻജന്റ് ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ബാക്കി 2 സെമി സർക്കിൾസിൽ കൂടെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കണം. അപ്പൊ നമ്മുടെ കോമ്പസിനെ നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി സെമി സർക്കിളിന്റെ ഒരു അറ്റത്ത് വെച്ചു. പകുതിയിലധികം മെഷർമെന്റ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മുകളിലും അതേപോലെ തന്നെ താഴെയും നമ്മൾ ആർക്ക് മാർക്ക് ചെയ്തു. നേരെ തിരിച്ചു വെക്കുക. നമ്മുടെ സെമി സർക്കിളിന്റെ അടുത്ത അറ്റത്ത് നമ്മുടെ കോമ്പസ് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് മുകളിൽ ഒരു ആർക്ക് മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ താഴെയും ആർക്ക് മാർക്ക് ചെയ്തു. ഇനി എന്താ ചെയ്യുക? ഇവിടെ നമുക്കൊരു ടാൻജന്റ് വരയ്ക്കണം അല്ലേ? ഇതിൽ കൂടെ നമുക്ക് ടാൻജന്റ് വരയ്ക്കണം. ഓക്കെ, റെഡി? ഇനി ആ ഒരു ചെറിയ സെമി സർക്കിളിന് കൂടെ, അപ്പോൾ മിസ് വരച്ച ഇത്രയും ചെറിയ സെമി സർക്കിൾ ആക്കാതെ ഏകദേശം ഒരു ഇത്ര വലിപ്പമുള്ള ഒരു സെമി സർക്കിളൊക്കെ ആക്കി വരയ്ക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ വരയ്ക്കാൻ വേണ്ടി എളുപ്പമായിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു സെമി സർക്കിളിനെ മിസ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടെ അവിടെ ഒരു സെമി സർക്കിൾ വരയ്ക്കാം. മിസ് ഈ ലൈൻ ഒന്ന് നീട്ടി വരച്ചു. അതിനുശേഷം കോമ്പസ് ഇവിടെ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് നമ്മളൊരു പുതിയ സെമി സർക്കിൾ വരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു പുതിയ സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി ആ സെമി സർക്കിളിന് നമുക്കൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം പകുതിയിലധികം ലെങ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നു? താഴെയും അതേപോലെ തന്നെ മുകളിലും നമ്മൾ ആർക്ക് മാർക്ക് ചെയ്തു. ഇനി തിരിച്ചു വെക്കുക. നമ്മുടെ സെമി സർക്കിളിന്റെ അടുത്ത പോയിന്റിൽ കൊണ്ടുപോയി വെക്കുക. താഴെയും മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ മുകളിലും ആർക്ക് മാർക്ക് ചെയ്തു. കണ്ടോ? അവർ തമ്മിൽ കൂട്ടിമുട്ടി. ഇനി നമുക്ക് അവിടെ ടാൻജന്റ് വരയ്ക്കണം. അപ്പൊ ടാൻജന്റ് വരയ്ക്കുമ്പോൾ ടാൻജന്റ് വന്നു അല്ലെ? ടാൻജന്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 ലൈനും ഒന്ന് നീട്ടി വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ തമ്മിൽ കൂട്ടിമുട്ടും. അപ്പൊ നമുക്ക് അതൊന്ന് നീട്ടി വരയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ സാധാരണ കുഴപ്പം ഉണ്ടാവില്ല. അപ്പൊ മിസ് ഈ ലൈനിനെ ഒന്ന് നീട്ടി വരയ്ക്കട്ടെ. ഇവിടെ ഒന്ന് നീട്ടി വരച്ചു. ഇനി അതേപോലെ തന്നെ ഇവിടെ ഒന്ന് നീട്ടി വരയ്ക്കുക. അവർ തമ്മിൽ കൂട്ടിമുട്ടി. ഇനി ഇതിനെ നമുക്കൊന്ന് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാനുണ്ട്. ഈ ഒരു പോർഷനെ ഇങ്ങോട്ട് കൂടെ നീട്ടി വരയ്ക്കാം. ഓക്കെ, റെഡി ആയല്ലോ? ഇപ്പൊ നമ്മുടെ ഇൻസർക്കിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മിസ് ഇപ്പോൾ വരച്ച പോലത്തെ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് സാധാരണ നോട്ട്ബുക്കിലാകുമ്പോൾ സ്കെയിൽ വെച്ച് അങ്ങ് നീട്ടി വരച്ചാൽ മതി. പക്ഷെ മിസ് അങ്ങനെയല്ല വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് മിസ്സിന് ഇങ്ങനെ വരയ്ക്കേണ്ടി വന്നത്. കുറച്ച് പോർഷനായിട്ട് നീട്ടി വരച്ച് വരയ്ക്കേണ്ടി വന്നത്. പക്ഷെ നിങ്ങൾക്ക് കയ്യിൽ ലോങ് സ്കെയിൽ ഉണ്ടായിരിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് നീട്ടി അങ്ങ് വരച്ചാൽ മതി. ഒരൊറ്റ വരയിൽ കാര്യം കംപ്ലീറ്റ് ആയിക്കോളും. 3 വരെയും കുറച്ചൊന്ന് നീട്ടി വരച്ച് കഴിഞ്ഞാൽ സംഭവം കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്കിതാ നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. ഇവിടെ 130 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ 50 ഡിഗ്രി ആയിരിക്കും. ഇത് 120 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ ABC എന്ന് പറയുന്നതാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ 2.5 സെന്റിമീറ്ററിൽ എന്ത് ചെയ്തു? ഒരു ഇൻസർക്കിൾ. ആദ്യം ഒരു സർക്കിൾ വരച്ചു.
അതിനുശേഷം അതിന് പുറത്ത് ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു. അപ്പം നമുക്ക് 2 ആംഗിൾസ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സർക്കിളിന് പുറമേ വരുന്ന ട്രയാങ്കിൾസിന്റെ ആംഗിൾ ആണ് നമുക്ക് തന്നത്. അപ്പം അവരുടെ അനുപൂരകമായി സപ്ലിമെന്ററി ആയി വരുന്ന ആംഗിൾ വേണം നമ്മൾ സർക്കിളിനുള്ളിൽ എടുക്കാൻ. നമുക്ക് ഇവിടെ 60 ഡിഗ്രി വേണമായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇവിടെ 120 ഡിഗ്രി എടുത്തു. 60യുടെ ഡബിൾ അല്ലാട്ടോ 120, 180 മൈനസ് 60 ആണ് 120. ഇനി നമുക്ക് ഇവിടെ 50 വേണമായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇവിടെ 130 ഡിഗ്രി എടുത്തു. അതിനുശേഷം ആ 3 പോയിന്റ്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ടാൻജന്റ് വരയ്ക്കുകയാണ്, തൊടുവര വരയ്ക്കുകയാണ്. അപ്പം നമ്മൾ തൊടുവര വരച്ചു. അവർ ജസ്റ്റ് ഒന്ന് നീട്ടി വരച്ചു കഴിഞ്ഞാൽ 3 പോയിന്റിൽ അവർ തമ്മിൽ കൂട്ടിമുട്ടും, നമ്മുടെ ട്രയാങ്കിൾ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻസർക്കിൾ വരയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ എന്തായാലും വരും. നല്ല വെയിറ്റേജിനാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ വരയ്ക്കാനുള്ള ചോദ്യങ്ങളെല്ലാം വരച്ച് തന്നെ പഠിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക.